രണ്ട് മൂന്ന് പ്രതിപക്ഷ പാർട്ടികളാണല്ലോ ഇവിടെ ശക്തമായുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇടത് പാർട്ടി, ഇവിടെ ഇടത് മുന്നണി, അപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിലുള്ളത്. പിന്നെ ശക്തമായി പ്രതികരിക്കുന്ന ഒന്ന് DMK ആണ് തമിഴ്നാട്ടിൽ. അപ്പോൾ ഇവരൊക്കെ പ്രതികരിക്കുമ്പോൾ ബി ജെ പിയെ പ്രതിരോധിക്കാൻ ആരാണ് ശക്തമായി പ്രതികരിക്കുന്നത്? നമുക്കറിയാം SIRന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് മമതാ ബാനർജിയാണ്. അത് നമ്മൾ കാണാത്ത രൂപത്തിലുള്ള പ്രതിരോധവും പ്രതിഷേധവും അവരൊക്കെ എന്താ പറയുക, നിലനിൽപ്പ് പോലും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കോടതിയിൽ പോയി വാദിക്കാൻ നിന്നിട്ടുണ്ട് SIRൽ. എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശബ്ദരാക്കാവുന്ന രീതിയിൽ പ്രതികരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിലാവട്ടെ, സംസ്ഥാനത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് DMK സ്റ്റാലിൻ അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട്, അതിശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെയും പ്രതിരോധമുണ്ട്, പ്രതിരോധമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിരിക്കും, അതല്ലെങ്കിൽ നിയമപരമായിട്ടായിരിക്കും. അതല്ലാതെ ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. നരേന്ദ്രമോദിക്കെതിരെ എന്ന ഒരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. മോദി എന്ന പേര് മോദി എന്ന പേര്, നരേന്ദ്രമോദിക്കെതിരെ എന്ന പ്രതികരണം മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ സംഘപരിവാറിനെതിരെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പറയുന്നില്ല. ഞാനിത് പറയാൻ പ്രത്യേക കാരണം ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ പ്രതികരണങ്ങളുണ്ടല്ലോ, കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത നേതാവ്, കണ്ടും കൊണ്ടും പഠിച്ച നേതാവാണെന്നേ, കണ്ടും കൊണ്ടും പഠിച്ച നേതാവാണ്. 10 വർഷം തോറ്റ് പരാജയത്തിന്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തെക്ക് നിന്ന് വടക്കോട്ട് 2 തവണ സഞ്ചരിച്ച നേതാവാണ്. ആ നേതാവ് ജനങ്ങളെ കണ്ട്, ജനങ്ങളെ കേട്ട്, ജനങ്ങളുടെ പ്രതികരണം കേട്ട്, ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയ രാഹുൽ ഗാന്ധിയാണ്. അയാളെ ഒരു വിഡ്ഢി എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത് വളരെ മോശമായി പോയി. ദുർബലനായ രാഷ്ട്രീയ നേതാവാണത്രേ. ഒരു പ്രാദേശിക നേതാവിന്റെ ഗുണം പോലും ഇല്ലത്രേ. എന്ത് പ്രതികരണമാണെന്നേ, ഇതൊരു വ്യക്തിവിരോധത്തിന്റെ ലെവലിലേക്ക് താഴുന്ന പ്രതികരണമായി പോയില്ലേ?